ജിയോഫോട്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിനെ ഇല്ലാതാക്കുന്ന, നമ്മുടെ യൂട്യൂബ് ചാനലിനെ നശിപ്പിച്ച് കളയുന്ന 5 കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ചാനലിനകത്ത് വീഡിയോസ് ഇട്ട് ഒരുപാട് കാലമായി. വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് വർക്കും വീടിൻ്റെ പണിയും കാര്യങ്ങളും സംഭവങ്ങളും, പിന്നെ മറ്റേ ടെക് ചാനൽ നല്ല രീതിയിൽ നമുക്കിട്ട് ഞാൻ അതും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്, ലാസ്റ്റ് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ചാനൽ എനിക്ക് കിട്ടിയ 5ാമത്തെ പണി, അതായത് എനിക്ക് കിട്ടിയ പണിയാണ് ഞാൻ 5ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. എൻ്റെ ജിയോഫോട്ടെക് ചാനൽ 32,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ ചാനലിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞ, എൻ്റെ ചാനൽ കേരളത്തിൽ തന്നെ ബെസ്റ്റ് യൂട്യൂബിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ചാനലായിട്ട് വളർന്നു വന്നുകൊണ്ടിരുന്ന ചാനലിനെ ഇല്ലാതാക്കി കളഞ്ഞ ഒരു പോയിന്റാണ് ഞാൻ 5ാമതായിട്ട് പറയാം. നിങ്ങൾ പരമാവധി വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അത്രയും റീച്ചുള്ള, ഏത് വീഡിയോ ഇട്ടാലും 10K 20K 30K അല്ലെങ്കിൽ 5K എന്നൊക്കെ മേലോട്ട് നമുക്ക് വ്യൂസ് മിനിമം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലിനെ പെട്ടെന്ന് അടിച്ചമർത്തി കളയാൻ പറ്റുന്ന കാര്യങ്ങളടക്കം നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് തരുന്ന മിസ്റ്റേക്കുകൾ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഒന്നുമല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇനി മുന്നോട്ട് വരാമെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ ഫ്രീസ് ആക്കുന്ന, നമ്മുടെ ചാനലിനെ ഇല്ലാതാക്കുന്ന 1ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മൾ ഡിലീറ്റ് ആക്കുന്നുള്ളതാണ്. ഓക്കെ, ചില ആൾക്കാർ വിചാരിക്കും നമ്മുടെ ചാനലിലെ വീഡിയോസ് ഡിലീറ്റ് ആക്കിയ എന്താണ് കുഴപ്പം, നമ്മുടെ ചാനലിൽ ഞങ്ങൾ തന്നെ അപ്ലോഡ് ആക്കിയ വീഡിയോസ് അല്ലേ, അത് ആവശ്യമില്ലാത്ത വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ഡിലീറ്റ് ആക്കി. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ചാനൽ ഫ്രീസ് ആക്കാൻ കാരണക്കാരനായ ഏറ്റവും നല്ലൊരു വലിയൊരു കാര്യമാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മൾ ഡിലീറ്റ് ആക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ചാനൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പോലും ആ വീഡിയോ ഡിലീറ്റ് ആക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, നമ്മുടെ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട്, അതായത് നമ്മളൊരു വീഡിയോ പബ്ലിക് ആക്കിയതിന് ശേഷം ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യരുത്, അത് പ്രൈവറ്റ് അല്ലെങ്കിൽ അൺലിസ്റ്റ് ആക്കി വെക്കാൻ പാടില്ല. കാരണം അവരുടെ ആ വീഡിയോയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഇംപ്രഷന് കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ സ്റ്റക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വീഡിയോ ഡിലീറ്റ് ആക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ചാനൽ ഫ്രീസ് ആവും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ഇംപ്രഷൻ തീരെ പോകത്തില്ല, ആൾക്കാരിലേക്ക് തീരെ നമുക്ക് ആൾക്കാരിലേക്ക് എത്താത്തൊരവസ്ഥ വരും. പിന്നെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ചെറിയ വ്യൂസ്, നമ്മൾ ഈ വാട്സാപ്പിൽ കൂടെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന വ്യൂസ്, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ നമുക്ക് പിന്നെ അതിൻ്റെ അകത്ത് വ്യൂസ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും 2ാമത്തെ പോയിന്റായ വീഡിയോ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാൻ പാടില്ല, പ്രൈവറ്റ് ആക്കി അല്ലെങ്കിൽ അൺലിസ്റ്റ് ആക്കി വെക്കാൻ പാടില്ല. ഗൈസ്, 3ാമത്തെ പോയിന്റായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ആൻഡ് കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളാണ്. ഓക്കെ, കമ്മ്യൂണിറ്റി സ്ട്രൈക്കുകൾ, കോപ്പിറൈറ്റ് സ്ട്രൈക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. നമ്മുടെ ചാനലിനകത്ത് നമ്മൾ പുറത്തുനിന്നുള്ള മ്യൂസിക്കുകൾ, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനകത്ത് മ്യൂസിക്കുകൾ, കോപ്പിറൈറ്റ് മ്യൂസിക്കുകളൊക്കെ, നമുക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ നമ്മുടെ ഫോണിൻ്റെ അകത്തുണ്ടെങ്കിൽ അതെടുത്ത് നമ്മൾ നേരെ എടുത്ത് അപ്ലോഡ് ചെയ്താലും ഇതൊക്കെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനുള്ള ചാൻസ് ആണ്. പിന്നെ വയലേഷനുള്ള വീഡിയോസ്, കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടുന്നത്, അതായത് കുട്ടികളുമായി ബന്ധപ്പെട്ട ഡ്രസ്സിടാത്ത വീഡിയോസ്, അല്ലെങ്കിൽ കുട്ടികളെ നമ്മളിപ്പോൾ ഒരു പെട്ടെന്നൊരു അപകടാവസ്ഥയിൽ കുട്ടീനെ നിർത്തിയിട്ട് വീഡിയോ എടുക്കുക, ഈ വലിയ പുഴയിൽ തീയിൻ്റെ അടുത്ത് കട്ട് ചെയ്യുന്നതിൻ്റെ അടുത്ത്, ഇങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ കുട്ടികളെ വെച്ച് വീഡിയോ എടുത്താലൊക്കെ നമുക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരും. പിന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്കുകൾ വരുന്നത്. അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മ്യൂസിക് ആയിട്ടാണെങ്കിൽ, മ്യൂസിക് കണ്ടന്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വയലേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഈ 2 തരത്തിലുള്ള സ്ട്രൈക്കുകൾ, വാണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആവും. ഓക്കെ, ഇത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് കയറി ചെക്ക് ചെയ്ത് നോക്കി അറിയാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടോ. അപ്പോൾ ഗൈസ്, 3ാമത്തെ പോയിന്റ് 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളറിയാതെ നമുക്കിട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ചാനലിൽ റിപ്പോർട്ട് ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും അല്ല, ഒന്നിൽ കൂടുതൽ ബൾക്കായിട്ട് നമ്മുടെ ചാനലിൽ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആവും. അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. കാരണം നമ്മുടെ ചാനലിൽ ഞാൻ ആലോചിക്കും, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ ചാനൽ ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടില്ല. കുറേ ആൾക്കാരുടെ ചാനൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു സംഭവം കണ്ടുപിടിക്കാനുള്ളൊരു സംഭവം നമുക്കില്ല. നമ്മൾ യൂട്യൂബായിട്ട് ഈ ഒരു നമ്മുടെ ചാനൽ ഫ്രീസായി ബന്ധപ്പെട്ട് നമ്മൾ യൂട്യൂബായിട്ട് ചാറ്റ് ചെയ്തിട്ട് അവരോട് ചോദിക്കുവാണ് നമ്മുടെ ചാനലിനകത്ത് എന്തെങ്കിലും റിപ്പോർട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അവർ പറയുന്ന കാര്യം, നിങ്ങളുടെ വീഡിയോൻ്റെ ക്ലിക്ക് റേറ്റ് തീരെ കുറവാണ്, നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ചെയ്തില്ല, നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ, ആൾക്കാരുടെ കാണുന്നതിൻ്റെ അളവ് തീരെ കുറവാണ്. അപ്പോൾ കൂടുതൽ ബെറ്റർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, കൂടുതൽ ക്ലിക്ക് റേറ്റ് കിട്ടുന്ന തമ്പനെയിൽ യൂസ് ചെയ്യുക, ഇതൊക്കെയാണ് യൂട്യൂബ് നമുക്ക് പറഞ്ഞു തരുള്ളൂ. നമ്മൾ എത്ര കാല് പിടിച്ച് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്ന കാര്യം ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, വേറെ ഒരു കാര്യവും പറയത്തില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ചാനൽ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത വീഡിയോസ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും വയലേഷനല്ല എന്നാൽ മറ്റുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത, കൂടുതൽ ആൾക്കാരെ ദേഷ്യം പിടിപ്പിക്കുന്ന വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യമുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ എന്തെങ്കിലും കാരണം കാണിച്ച്
റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ, അത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ബൾക്കായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആവും, നല്ല രീതിയിൽ ഫ്രീസ് ആവും. അപ്പോൾ അതിൻ്റെ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പക്ഷേ ആ റിവ്യൂ ചെയ്യുന്ന സമയം നമ്മുടെ ചാനലിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാണെങ്കിൽ നമുക്കൊരു ഒരു റിവ്യൂവിൻ്റെ ടൈം മാത്രമേ ഫ്രീസ് ആവുള്ളൂ. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി പഴയ പോലെ തന്നെ ശരിയായിക്കോളൂ. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ പണി, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ എനിക്ക് കിട്ടിയ 8ന്റെ പണിയാണ് ഗൈസ്. വേറൊന്നുമല്ല, നമ്മുടെ ചാനലിലോട്ട് നമ്മൾ പെയ്ഡ് ആയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കയറ്റുക, അല്ലെങ്കിൽ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ചാനൽ ഫ്രീസ് ആക്കാനുള്ള ഏറ്റവും ഭയങ്കര, നമ്മൾ പൈസ കൊടുത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു സംഭവം. നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മുടെ ചാനൽ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് AI ആണ് അല്ലേ? യൂട്യൂബ് ചാനലിലെ റിവ്യൂവും കാര്യങ്ങളൊക്കെ AI ആണ്. പെട്ടെന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്. പണ്ട് നമ്മുടെ എനിക്ക് ഒരു 1.5 കൊല്ലം മുമ്പ് വരെയൊക്കെ നമ്മുടെ ചാനൽ റിവ്യൂ ചോദിക്കുന്നത് മാനുഷികമായ റിവ്യൂ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ വിഷയങ്ങൾ, നമ്മളിപ്പോൾ ഈ പെയ്ഡ് സബ്, അതായത് നമ്മളൊക്കെ ചെയ്യുന്ന വർക്ക് പണ്ടുണ്ടായിരുന്നു. അതായത് ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി കൊടുക്കുക, അല്ലെങ്കിൽ ഈ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ, വലിയ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ വെച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അതൊന്നും പറ്റത്തില്ല. ഇപ്പം ചെയ്യുന്ന എല്ലാ സർവീസും ബോട്ട് സർവീസാണ്. നിങ്ങൾ ജെന്യൂൻ ആയുള്ള സബ്സ്ക്രൈബേഴ്സ് കയറ്റി തരാം, ജെന്യൂൻ ആയുള്ള വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കി തരാം എന്ന് പറഞ്ഞ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നത് ബോട്ട് സർവീസാണ്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം, മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങളുടെ ചാനലിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ പിന്നെ ആ ചാനൽ കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. ആ ചാനൽ ഫ്രീസ് ആയി പോകും. പിന്നെ നമ്മൾ യൂട്യൂബായിട്ടൊക്കെ ചാറ്റ് ചെയ്തിട്ട് കുറേ കാലം ചാറ്റ് ചെയ്ത് കൈയും കാലും പിടിച്ച ഒരു പരിധി വരെ നമുക്കത് ശരിയാക്കി കിട്ടും. അതാണ് എൻ്റെ ചാനലിന് പറ്റിയത്. എൻ്റെ ചാനലിൽ ഞാൻ ഒരു ദിവസം രാവിലെ നോക്കുന്ന സമയത്ത് എനിക്ക് 3000 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറി. മിനിറ്റുകൾക്കുള്ളിൽ ആ സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ചാനലിലോട്ട് ആരോ സബ്സ്ക്രൈബേഴ്സിനെ അടിച്ചു. അത് എന്നോട് ദേഷ്യപ്പെട്ടുള്ള ഞാൻ ഒരുപാട് വർക്ക് യൂട്യൂബിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്നെ പോലെയുള്ള ആരോ എനിക്കിട്ട് പണി തന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതോടെ നമ്മുടെ ചാനലിൽ എന്ത് നല്ല കണ്ടന്റ് ഇട്ടാലും, ഞാനൊരു കണ്ടന്റ് ഇട്ടാലും ഒരു മണിക്കൂറിൽ, എൻ്റെ ചാനലിൽ ഒരു മണിക്കൂറിൽ ഏകദേശം ഒരു 500 വ്യൂസ്, 2 മണിക്കൂർ ആകുമ്പോഴേക്കും 1000 വ്യൂസ്, ലോങ് വീഡിയോൻ്റെ കാര്യമാണ് പറഞ്ഞത്, 3 മണിക്കൂർ ആകുമ്പോൾ 1500, അങ്ങനെ നല്ല രീതിയിൽ കയറി പോകുന്നൊരു ചാനലാണ് എൻ്റെ. അപ്പോൾ അതേസമയം നമ്മളിപ്പോൾ എത്ര നല്ല, അതായത് ജെഫോട്ടൊക്കെ ഫസ്റ്റ് ചാനലിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ചാനൽ നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ, കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പം നമുക്കൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ആരോ അതുമാത്രമല്ല, നമ്മൾ ഈ ലിങ്ക് വഴി നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കയറണം, നമ്മുടെ ആരുടെ സമ്മതം വേണം, നമ്മുടെ ചാനലിൽ ലിങ്ക് മാത്രം മതി. ഏതെങ്കിലും വീഡിയോ ലിങ്ക് വെച്ചിട്ട് നമുക്ക് ചാനൽ ലിങ്ക് എടുത്തിട്ട് അതുവഴി സബ്സ്ക്രൈബേഴ്സിനെ കയറ്റാം. ആർക്ക് വേണം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ ശരിക്കുള്ള തോന്നിവാസമാണ്. ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഉത്തരവാദി ആയിക്കല്ല, പക്ഷെ നമ്മുടെ ചാനൽ ഫ്രീസ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പണി കിട്ടുന്നത്. എൻ്റെ ടെക് ചാനൽ നല്ല രീതിയിൽ ഫ്രീസ് ആയി. ഒരുപാട് ചോദിക്കുന്നുണ്ട്, എന്താണ് ജിജോ നിൻ്റെ ചാനൽ തീരെ വ്യൂസ് ഇല്ലല്ലോ, തീരെ വ്യൂ ഇല്ലല്ലോ, എത്ര നല്ല വീഡിയോസൊക്കെയാണ് ഞങ്ങൾ കാണുന്ന, ഉപകാരമുള്ള വീഡിയോ ആണ്, പക്ഷെ ആരും കാണുന്നില്ലല്ലോ. കാണാത്തതിൻ്റെ പ്രശ്നമല്ല, വീഡിയോ ആൾക്കാരിലേക്ക് എത്താത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനൽ ഫ്രീസ് ആക്കാനുള്ള കാരണങ്ങളാണ്. ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന പരമാവധി നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ ചാനലിനെ നശിപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിപ്പോൾ നമ്മുടെ പുതിയ ചാനലാണ്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.